നമസ്കാരം. ഇത് വളരെ പഴയ ചില കവിതകളാണ്. ഏകദേശം 40 വർഷത്തോളം പഴക്കമുള്ള കവിതകൾ. കാലമിന്ന് ഏറെ മാറിയിരിക്കുന്നു. കവിതയും ഏറെ മാറിയിട്ടുണ്ട്. കവിതയിൽ പുതിയ ഭാവുകത്വ പരിണാമങ്ങൾ നടന്നു കഴിഞ്ഞു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കവിതയ്ക്ക് ആധാരമായ പ്രമേയങ്ങൾക്ക് കാര്യമായ മാറ്റം ഇന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പഴയ എൻ്റെ യൗവനത്തിൽ, അതായത് 80കളിൽ എഴുതിയ ഈ കവിതകൾ ഞാനെടുത്ത് മറിച്ചു നോക്കിയപ്പോൾ ഇപ്പോഴും ഇതിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് അത് വീണ്ടും അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ കവിത ഏപ്രിൽ ഫൂൾ. ഞാൻ ചൊല്ലാം. രാവിലെ സൂര്യൻ വന്നു ജാലകം തുറക്കുമ്പോൾ മുറ്റത്തു നിറനിലാവിന്ന് ഏപ്രിലൊന്നല്ലയോ. സൂര്യചന്ദ്രന്മാർ പോലും ഫൂളാക്കാൻ ശ്രമിക്കുന്നു. പ്രപഞ്ചപ്പൊരുളിനെ അറിയാ മനുഷ്യരെ. അപ്പോൾ ഈ മനസ്സൊന്നു ജാഗരൂകമായി സൂക്ഷ്മദൃക്കായി ഫൂളാകുവാൻ ഇനിയും കഴിയാതെ കോലങ്ങൾ തലകീഴായി തൂങ്ങുന്ന ഗേറ്റിൻ മുന്നിൽ ബോർഡുകൾ സ്ഥാനം മാറും ഷോപ്പിൻ്റെ തലക്കെട്ടിൽ വാർത്തകൾ നർമ്മം ചിമ്മിയുണരും പത്രങ്ങളിൽ ഫൂളായി നിൽക്കുമ്പോൾ ഈ കൊമാളി ചിരിക്കുന്നു. മാർച്ചിൻ്റെ ദുഃഖങ്ങളിൽ ഏപ്രിലിൽ ചിരിക്കുന്നു. സാഡിസം തുളുമ്പുന്ന കണ്ണുമായി റിപ്പോർട്ടർമാർ നാടിൻ്റെ നെഞ്ചിൻ കൂട്ടിൽ കുരമ്പു തറയ്ക്കുന്നു. അസ്ത്രങ്ങൾ പുഷ്പങ്ങളാണെന്നതോർക്കുമ്പോൾ പിന്നെ അക്ഷമ ചിരിയായി ഒഴുകിപ്പടരുന്നു. വാർത്തകൾ ചാബല്യത്തിൻ വാനരപ്രതിഭകൾ. വാക്കുകൾ പൊളിഞ്ഞതാം പൊളിതൻ തുരുത്തുകൾ. തളിരിൽ കുളിരല ചാർത്തുന്ന കാറ്റിൻ ചുണ്ടിൽ ഫലിതം പുരണ്ടതാം വൃത്താന്തം അനവധി. പ്രാവുകൾ കൊഴിച്ചിട്ട തൂവലിൽ നിന്നും പാമ്പിൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്രേ. പ്രാവുകൾ കൊഴിച്ചിട്ട തൂവലിൽ നിന്നും പാമ്പിൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്രേ. പ്രേതങ്ങൾ കടലാസുവഞ്ചിയിലേറി കടൽ മേഘമോടെതിരിട്ടു മാരിക്കു തീവച്ചുപോൽ മാമലയാകാശത്തെ ചുംബിക്കാൻ തുനിഞ്ഞുപോൽ. നട്ടുച്ച നേരം 2 നക്ഷത്രകുമാരിമാർ ഉച്ചസൂര്യനോടൊട്ടി നിൽക്കുവാൻ ശ്രമിച്ചുപോൽ. പുഴുക്കൾ പുഴകളിൽ പാലങ്ങൾ തീർക്കുന്നുപോൽ. പുലരിക്കാട്ടിൽ ചെന്തി പടർന്നു പിടിച്ചുപോൽ. ഫൂളുകളാകാൻ വേണ്ടി ജാതകം പിഴച്ചവർക്ക് ഈ വിധം അനവധി വൃത്താന്തമുയരുന്നു. കിതയ്ക്കും തീവണ്ടിതൻ മുറിയിൽ കിതയ്ക്കുന്ന മനസ്സിൻ മുറുക്കങ്ങൾ അയക്കാൻ പത്രം നീർത്തും മനുഷ്യൻ നടുക്കത്തിൽ. ചോരയാണ് പത്രത്തിൽ. 9:15 വണ്ടിയിൽ 100 പെൺകിടാങ്ങൾ ഞെങ്ങിഞ്ഞെരുങ്ങിച്ചത്തു വാർത്ത. ഉത്സവം കാണാൻ പോയോരായിരങ്ങളെ വാണക്കുറ്റിയിൽ കയറ്റിയ വെടിക്കെട്ടല്ലോ വാർത്ത. ഉത്സവം കാണാൻ പോയോരായിരങ്ങളെ വാണക്കുറ്റിയിൽ കയറ്റിയ വെടിക്കെട്ടല്ലോ വാർത്ത. ഛിന്ന ഭിന്നമായി 100 ഖണ്ഡങ്ങൾ മാംസത്തിൻ്റെ വെന്തഗന്ധമീ പത്രത്താളിലും നിറയുന്നു. തെരുവിൽ
അനാഥന്റെ സ്വപ്നങ്ങൾ പിച്ചു ചീന്തും നരികൾ നരാധവർ നിൽക്കുന്നു പത്രത്താളിൽ. അറിയാത്തുയരത്തിൽ ചെന്നു പൊട്ടുന്നു ബോംബാൽ നിസ്സഹായരാം മർത്യർ. പറക്കും യന്ത്രപ്പക്ഷി താഴോട്ടു പതിക്കുന്നു. വിശക്കും തീനാളങ്ങൾ തൃപ്തരായി ചിരിക്കുന്നു. ചിറകറ്റതാം 100 കുടുംബ പുരാണങ്ങൾ ചിതതൻ വക്കിൽ നിന്ന് പത്രത്തിൽ നിറയുന്നു. ഉഗ്രവാദികൾ മൗനം നുണഞ്ഞു ചിരിക്കുന്നു. ഉഗ്രസർപ്പങ്ങൾ ഫണം വിരിച്ച് തിമർക്കുന്നു. 7:30 വാക്കുകൾ സന്ദേശങ്ങൾ മന്ത്രിമാരൊഴുക്കുന്നൊരനുശോചന കണ്ണീർ. റേഡിയോ നിർത്തുന്നു ഞാൻ, വീണ്ടും ഓർക്കുന്നു ഏപ്രിൽ ഫൂളിൻ്റെ വിശേഷങ്ങൾ. മോഹിച്ചു പോകുന്നു ഞാൻ, ഈ വാർത്തയെല്ലാം വെറും വാനര ചാവല്യത്തിൻ സൃഷ്ടികൾ, വിഡ്ഢിത്തങ്ങൾ. പക്ഷേ മോഹമെന്നതേ ബാക്കി, മോഹമെന്നതേ ബാക്കി.